സ്വർഗലോകത്തുള്ള ആളുകൾക്കൊന്നും പിന്ദ്വാരം ഉണ്ടാവില്ല. പിന്ദ്വാരം പുതിയ അറിവല്ല, ഹദീസിലുള്ളതാണ്. പിന്ദ്വാരം അത് ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല. പുള്ളി പറഞ്ഞ കേട്ടോ, സ്വർഗത്തിൽ പോകുന്നവർക്ക് കക്കൂസി പോകാൻ പറ്റില്ല, കാരണം കക്കൂസി പോകുന്ന ആ ഹോള് കാണത്തില്ലെന്നാണ് പുള്ളി പറയുന്നത്. അതായത് എല്ലാം കാണും, വാ കാണും, പക്ഷെ ബാക്കിലോട്ടുള്ള വാ കാണത്തില്ല. നമുക്ക് ഇവിടുന്ന് കഴിക്കാനുള്ള വാ മാത്രമേ കാണത്തുള്ളൂ, ബാക്കിലുള്ള വാ കാണത്തില്ല. അത് കാണത്തില്ല, കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ മോക്ഷം കിട്ടും. മോക്ഷം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പബ്ലിക്കായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. മോക്ഷം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമില്ല, തിന്നാൻ മാത്രം കിട്ടിയാൽ മതി. തിന്നാൻ പറ്റും, കാരണം അവിടെ പാലിൻ്റെ പുഴ കാണും, കണക്കിന് നെയ്യുടെ പുഴ കാണും, തേൻ്റെ പുഴ കാണും എന്നൊക്കെ പറയും. കാരണം ഇത് ഇവരുടെ കമ്മ്യൂണിറ്റിയെ മാത്രമല്ല, ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം പറയുന്നതല്ല, എല്ലാവരും മുന്നോട്ട് ചെയ്യുന്ന ആശയമാണ് സ്വർഗം എന്ന് പറയുന്നല്ലേ. എല്ലാവർക്കും മനസ്സിലാത്ത കാര്യമുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത സ്വർഗം മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടിയത് നമുക്ക് എന്താണ് അല്ലേ. ബാഹ്യ ശരീരമാണ് ഇതെല്ലാം ആസ്വദിക്കുന്നത് അല്ലേ. നാക്കിലെ ടേസ്റ്റ് ബഡ്സ് ആണ് നമുക്ക് ടേസ്റ്റ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി തരുന്നത്. തേനിലാട്ട് അടങ്ങിയിരിക്കുന്ന ആ ഒരു കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് മധുരം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അതിന് ടേസ്റ്റ് ബഡ്സ് വേണം. നമ്മുടെ ആത്മാവ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ തന്നെ അതിന് ടേസ്റ്റ് ബഡ്സും കാര്യങ്ങളൊന്നും കാണില്ല. ബാഹ്യ ശരീരങ്ങൾക്കുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്തും ആസ്വദിക്കാൻ പറ്റൂ. ഇപ്പോൾ തൊലി ഉള്ളതുകൊണ്ടാണ് ടച്ചിങ് നമുക്ക് മനസ്സിലാകുന്ന കണക്ക് തന്നെ നാക്കുള്ളതുകൊണ്ടാണ് നമുക്ക് ആ ടേസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അല്ലാതെ കക്കൂസി പോകുന്ന, അതാ പറഞ്ഞത്, കക്കൂസി പോകുന്നതിനെ കുറിച്ചൊക്കെ വളരെ വിദഗ്ധമായിട്ടൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. എല്ലാ സ്വർഗത്തിലും ഉണ്ട് ഇങ്ങനെ തന്നെ. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ ചിലത് മോക്ഷം കിട്ടുന്ന പറയുന്നത്, ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം മോക്ഷം കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത് ജനിക്കുന്ന കൊച്ചിലേക്ക് കയറും അല്ലേ. ഒരു ഡ്രസ്സ് ഉപേക്ഷിക്കുന്ന പോലെ ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് കയറും. മറ്റൊരു പറയുന്നത്, ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഈ സ്വർഗത്തിനെ കുറിച്ച് പറയുന്നത് കല്ലും മുള്ളും നിറഞ്ഞതാണ് സ്വർഗത്തിലേക്ക്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫുള്ള് സുഖമായിരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പേര് 10 പേര് ഓർക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സ്വർഗം അല്ലേ. 1000 നാൾ നമ്മൾ നമ്മളെ ഒരു 1000 വർഷം നമ്മളെ ജനങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ 1000 വർഷം ഒന്നും മുമ്പ് ജീവിക്കണ്ട അല്ലേ. 1000 പേർക്ക് വേണ്ടി ഒരു ദിവസം ജീവിച്ചാൽ മതി. അതാണ് ഏറ്റവും വലിയ സ്വർഗം. നമ്മൾ മറക്കാതിരിക്കുക, ജനങ്ങൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വർഗം എന്ന് പറയുന്നത്.